ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ് ആൻഡ് ക്യൂട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ്: ഒരു ഉള്ളി, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, 5 പൊട്ടറ്റോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 250 ഗ്രാം. അതിനുശേഷം നമുക്ക് കോട്ടിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പൊട്ടറ്റോ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പം പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം അതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ക്യാരറ്റ്, പിന്നീട് 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് ചിക്കനും കൂടി ചേർക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കബാബ് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കബാബ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ നോർമൽ റൗണ്ടിലുള്ള കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് കോട്ടിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഞാനൊരു ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ കബാബ് ഒന്ന് ഡിപ്പ് ചെയ്യുക. മൈദ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച അരിപ്പൊടിയും റവയും വെച്ചുള്ള മിക്സ്ചറിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ കബാബ്സും ഇതേ മെത്തേഡിൽ തന്നെ റെഡിയാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നമുക്കിത് കണ്ടെയ്നറിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. 2 ആഴ്ച വരെ ഒരു കേടും കൂടാതെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. അങ്ങനെ എല്ലാ കബാബ്സും നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് എണ്ണയെ യൂസ് ചെയ്തിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വേണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അരിപ്പൊടി യൂസ് ചെയ്തതുകൊണ്ട് കരിഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റിയുള്ള, വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.